നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 16-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 32. അതിവർഷമാണ് 32 ഉള്ള വർഷമാണ്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ 32 ദിവസം മലയാളത്തിലും വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ആയില്യ നക്ഷത്രമാണ്. വ്യാഴാഴ്ചയാണ്, ആയില്യ നക്ഷത്രമാണ്. ആഴ്ച നല്ല ആഴ്ചയാണ്. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ദിവസം, ഗുരുവാരം, വ്യാഴാഴ്ച. പക്ഷെ ഇന്നത്തെ നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അതുകൊണ്ട് ഇന്ന് സുപ്രധാനമായ കാര്യങ്ങൾ മാറ്റിവെക്കുന്നതാണ് നല്ലത്. നല്ല ആഴ്ചയൊക്കെ കൊള്ളാം വ്യാഴാഴ്ച, പക്ഷേ നക്ഷത്രം അനുകൂലപ്രദമല്ല. നക്ഷത്രവും അതുപോലെ ദിവസവും അനുകൂലപ്രദമായി വന്നാലേ അന്നത്തെ ദിവസം ശുഭമായി കലാശിക്കുകയുള്ളൂ. ഇന്ന് ദിവസം കൊള്ളാം വ്യാഴാഴ്ച, പക്ഷെ നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്ത് എടുത്തു ചാടി ഒന്നും ചെയ്യാതെ സൂക്ഷിച്ച് കണ്ടുപോയാൽ നമുക്ക് നഷ്ടങ്ങളൊന്നും വരാതെ കൊണ്ടുപോകാൻ സാധിക്കും. രാവിലെ നമ്മൾ നല്ല മഴയാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടയൊക്കെ കൊണ്ട് ശ്രദ്ധിച്ചങ്ങ് പോവുക. നല്ല ട്രാഫിക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സൂക്ഷിച്ച് യാത്ര ചെയ്യുക, കെയർലെസ് ആയിട്ട് പോകാതിരിക്കുക. എന്നതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിനും ആ പ്രാധാന്യമുണ്ട്. പക്ഷെ മിഥുന മാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആയില്യ നക്ഷത്രക്കാരന് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ്. സാമ്പത്തിക നേട്ടത്തിനും പുരോഗതിക്കും ഐശ്വര്യത്തിനും ഒക്കെ ഇടവരുത്തുവാൻ സംശയം വേണ്ട. അപ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വരെ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കും. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും. അത് ലൈബിലിറ്റിയാൽ ബുദ്ധിമുട്ടിക്കൊണ്ട് നിന്നവരായാലും ശരി, ജോലിയിൽ പൈസ കിട്ടാതെ ബ്ലോക്കായി നിന്നവരായാലും ശരി, ജോലിയിൽ ഉയർച്ചയില്ലാതെ നിന്നവർക്കായാലും ശരി, പുതിയ ബിസിനസ് തുടങ്ങാൻ കഴിയാതെ നിന്നവർക്കായാലും ശരി, ഇതിനെല്ലാം അനുകൂലപ്രദമായി തീരും. ഊഹ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അത് റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ഷെയർ മാർക്കറ്റ് ആവട്ടെ, അതുപോലെ ലോട്ടറി ബിസിനസ് ആവട്ടെ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ ദിവസം നല്ലതല്ല എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. കലണ്ടറിലാവട്ടെ അല്ലെങ്കിൽ പഞ്ചാംഗത്തിലാവട്ടെ ഇന്ന് 1:30 മണി മുതൽ 3 മണി വരെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1:30-ക്ക് രാഹുകാലം തുടങ്ങൂല. രാഹുകാലം 2:05 സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. 3:38 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ അരമണിക്കൂറിലേറെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കി വേണം നമ്മൾ രാഹുകാലത്തെ തിരഞ്ഞെടുക്കാൻ. ഇത് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. മറ്റ് 2 സമയങ്ങളുണ്ട്, ഗുളികനും യമകണ്ഠനും. രണ്ടുപേരും ഒഴിവാക്കേണ്ടവരാണ്. അപ്പോൾ 2 സമയവും 2 പേര് ഉദിച്ചു നിൽക്കുന്ന സമയവും നമുക്ക് ഗുണത്തെ തരത്തില്ല. നെഗറ്റീവ് റിസൾട്ട് കിട്ടും, നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പാസ് ചെയ്യും. ഗുളിക ഉദിച്ചു നിൽക്കുന്ന സമയമായാലും ശരി, യമകണ്ഠൻ ഉദിച്ചു നിൽക്കുന്ന സമയമായാലും ശരി. ഈ സമയം നമ്മൾ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. 9:23 തൊട്ട് 10:57 വരെ ഗുളികനും യമകണ്ഠകാല സമയം വരുന്നത് 6:15 തൊട്ട് 7:49 വരെയും. ഈ സമയം ഒരു ശുഭകാര്യം എടുക്കരുത്.
ഇന്ന് നമുക്ക് ഒന്നിനും കൊള്ളൂത്ത ദിവസമാണ് എന്നൊക്കെ പറഞ്ഞു, എങ്കിലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. അഭിജിത്ത് മുഹൂർത്തം ഇന്നത്തെ ദിവസം 12:07 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 12:55 വരെ അഭിജിത്ത് മുഹൂർത്ത സമയം, 48 മിനിറ്റ് നേരം. ഇതിലൊരു 4 മിനിറ്റ് മാത്രമേ ഇടയ്ക്ക് കൊള്ളാതെ ഉള്ളൂ. ആ ദിവസം ആ സമയം നമുക്ക് അനുകൂലപ്രദമായി എടുക്കാം. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. മഞ്ഞ വസ്ത്രമോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ഗോൾഡൻ കളറോ ഒക്കെ നമ്മളിലേക്ക് വേഴത്തിൻ്റെ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കും. അപ്പോൾ നമുക്കെല്ലാം ഉന്മേഷവും ഉണർവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും അല്ലെങ്കിൽ നമുക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.